നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം അതിഥിയായി വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായരുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സർ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു തുടർച്ച നമുക്ക് ആദ്യം പറഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നതാണ്, അദ്ദേഹം ഒരു പഴയ വീട് പൊളിച്ച് പുതിയ വീട് വെക്കാൻ പോകുന്നു, പക്ഷെ പൂജകളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ പൂജകൾ ചെയ്യണം, കിഴക്ക് ദർശനമായിട്ടാണ് വീടിരിക്കുന്നത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ മുറികൾ ഏതൊക്കെ സ്ഥാനത്ത് വരണം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോകാം. ഞാൻ കഴിഞ്ഞ പ്രേക്ഷകൻ ആവശ്യപ്പെട്ട പോലെ അത് ഞാൻ പറഞ്ഞു. അതായത് വാസ്തുബലി ചെയ്യണമെന്ന് പറഞ്ഞു. വാസ്തുബലി ചെയ്ത് കഴിഞ്ഞ ശേഷം വിധിപ്രകാരം ആരുടെ തന്നെ വീടായിരുന്നാലും ശരി, അല്ല കോൺക്രീറ്റ് വീടാണെന്ന് വെച്ചാൽ വിധിപ്രകാരം പൊളിച്ച് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഉപയോഗിക്കുന്ന പിന്നെ നല്ല കരിങ്കല്ല് നമുക്ക് എടുക്കുന്നതിന് തടസ്സമില്ല. നല്ല ഇഷ്ടിയാണെങ്കിലും എടുക്കുന്നതിന് തടസ്സമില്ല. പുതിയ വീട് വയ്ക്കുന്നതിന് എടുക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ തടി, അതായത് ഉപയോഗിച്ചിടുന്ന തടികൾ വേണ്ട. പല ആൾക്കാരും പഴയ തടിയെടുത്തു, അത് ഒരിക്കലും തന്നെ, ഒന്നാമത് തടി എന്ന് പറഞ്ഞാൽ ഒരു 10, 30, 40 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഊർജ്ജ ലെവലും കംപ്ലീറ്റ് ഔട്ടാവും. പിന്നെ ആ തടി കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. തേക്കായാൽ പോലും 10, 60 വർഷം കഴിഞ്ഞ വീടാണെങ്കിൽ അതിന് അപാത തന്നെ. അതുകൊണ്ട് തടികളൊന്നും തന്നെ നമുക്ക് ഉണ്ട്. അതെല്ലാം തന്നെ ഫ്രഷായിട്ട് പുതിയത് തന്നെ വേണം. ഇതെല്ലാം കംപ്ലീറ്റ് പൊളിച്ചു മാറ്റി കഴിഞ്ഞു. നമ്മുടെ തറ ലെവൽ കറക്റ്റായി നിൽക്കുകയാണ്. എന്നാൽ നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്യണം. സമയമുണ്ടെങ്കിൽ നമുക്ക് നവധാന്യം വിതയ്ക്കുക. നവധാന്യം വിതച്ചിടുക, അതൊന്ന് പൊടിക്കട്ടെ. ഒരു 5-6 മാസത്തിനകം വീട് വെച്ചാൽ മതി എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഈ നവധാന്യം വിതച്ചിട്ടിട്ട് അത് 4 കാലി വിട്ട് തീറ്റിപ്പിച്ചിട്ട് പിന്നെ നമുക്കൊരു ഭൂമി പൂജയൊക്കെ ചെയ്തൊരു വീട് വയ്ക്കുന്ന സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. സമയം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. ഏതായിരുന്നാലും നമുക്ക് അങ്ങനെ സമയമുണ്ടെങ്കിൽ അത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഭൂമിയിൽ എൻ്റെ നീളവും വീതിയൊക്കെ അളന്ന് കൃത്യപ്പെടുത്തിയിട്ട് അതനുസരിച്ച് നമുക്കൊരു പ്ലാൻ വരയ്ക്കുകയാണ്. അപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ആദ്യം റഫായിട്ടൊരു പ്ലാൻ വരച്ച ശേഷം വാസ്തുശാസ്ത്രം നല്ലവണ്ണം അറിയത്തക്ക ഒരാളിൽ ഇത് കൊടുത്തിട്ട് അത് അവർ കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് തരും. ഇപ്പോൾ തന്നെ എൻ്റെ തന്നെ എത്രയോ ഇവിടെ നിന്നെല്ലാം ആൾക്കാർ വരുന്നത്, കണ്ണൂരും കോഴിക്കോടും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്നതാണ് ഇന്നലെ കൊണ്ടുകൊടുത്താൽ കറക്റ്റാണ് വരച്ച് കിട്ടും എന്നുള്ള മനസ്സിൽ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ അറിയത്തക്ക ആരെയും കൊടുത്തിട്ട് അതിൻ്റെ വിധിപ്രകാരമുള്ള അവർ വരച്ച റഫായിട്ടുള്ള പ്ലാനായിരിക്കും അതിനെ ഫൈനലാക്കി തരും. എന്നിട്ട് അതിനെയാണ് നമ്മൾ പ്ലാൻ ഫൈനൽ ചെയ്ത് വരച്ച് കൊടുക്കേണ്ടത്. ഇതിൽ പ്രത്യേകമായിട്ട് പല ആൾക്കാരും പറയുന്ന കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് താഴെ 2 ബെഡ്റൂം വേണം. ഇപ്പോൾ പ്രധാനമായിട്ട് പറയും, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ട്, അവർക്ക് എടുക്കാൻ വേണ്ടി താഴെ എന്തായാലും പടിക്കെട്ടി പോകുന്നു. അതിപ്പോൾ എല്ലാവരും തന്നെ ഫസ്റ്റ് ഫ്ലോർ, ഇപ്പോൾ ചെറുപ്പക്കാർ പോലും പടിക്കെട്ടി കയറാൻ മടി എന്ന് പറയുന്ന കാലമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 ബെഡ്റൂം നമ്മൾ ഇപ്പോൾ താഴെ സാധാരണ എടുക്കാറുണ്ട്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് അതൊട്ട് നടക്കില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഏതായാലും ഒരു 10,800 സ്ക്വയർ ഫീറ്റൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് താഴെ 2 ബെഡ്റൂം കൊടുക്കുക, ബാക്കിയെല്ലാം ഉയരെയും കൊടുക്കുക. എന്നാലും ഇത് എവിടെയൊക്കെ വേണം, എന്തൊക്കെ വേണം, നമുക്കൊരു ഏകദേശ രൂപ നമുക്കൊരു കണക്കെടുക്കണം. ഒരു വീടിനെ സംബന്ധപ്പെട്ട് കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വീടിനകത്ത് കാർ പോർച്ച് വരത്തക്കിൽ ക്രമീകരിക്കും. എങ്കിൽ അങ്ങനെയാണ് കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ അവർ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് കാർ പോർച്ച് എടുക്കും. തെക്ക് കിഴക്കേ മൂലഭാഗത്ത് അഗ്നികോണാണ്. ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗം, വാഹനകാരകൻ ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗം, അവിടെ വാഹനം വരുന്നത് നല്ലതാണ്. ഒരു പക്ഷേ കാർ പോർച്ച് നമുക്ക് ഇൻക്ലൂഡിങ് വീടിനകത്ത് ഇടാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ 2-3 വണ്ടികൾ കാണും. അങ്ങനെയാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തിന് സെപ്പറേറ്റായിട്ട് കാർ പോർച്ച് ചെയ്ത് എടുക്കുന്നതിന് നിയമതടസ്സം ഇല്ല. പിന്നെ പ്രധാനപ്പെട്ട വാതിൽ, പുള്ളി ചോദിച്ചിട്ടില്ല എല്ലാം വേണം. അപ്പോൾ പ്രധാനപ്പെട്ട വാതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട് അല്പം വടക്കോട്ട് മാറ്റി പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കുക. നമുക്ക് ചില ആൾക്കാർക്കാണെങ്കിൽ പ്രത്യേകമായിട്ട് ഫാമിലി ലിവിങ് വേണമെന്ന് ആഗ്രഹമുണ്ട്. അത് വലിയ വീടിനെയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു ലിവിങ് ഹാൾ എടുക്കുക, ഫാമിലി ലിവിങ് എടുക്കുക. നമുക്ക് ഡൈനിങ് ചില ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് വേണമെന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ആൾക്കാരുടെയും പ്ലാനിൽ അവരുടെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. എന്നാലും
പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ വടക്ക് കിഴക്കേ ഭാഗത്തേക്ക് ഉള്ള മുറി അവർക്ക് കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. ദമ്പതിമാർ കിടക്കാൻ വേണ്ട മുറി, അത് നേരത്തെ പല എപ്പിസോഡ് പറഞ്ഞു. തെക്ക് പടിഞ്ഞാറ്, കന്നിമൂല, രാഹുവിൻ്റെ സ്ഥാനം, നിരവികോൺ, അത് ഒരുപാട് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടുമൊക്കെ നല്ലതാണ്. സാമ്പത്തികം, ദാമ്പത്യം, ആരോഗ്യം, മാനസികം, ഉണർവ്, ഉന്മേഷം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറി ഏറ്റവും ഉത്തമമാണ്. അത് ദമ്പതിമാർ കിടക്കുക. പല ആൾക്കാരും തന്നെ കൊച്ചു കുട്ടികളെയും അവിടെ എവിടെയും കിടത്തി, അതല്ല, കൊച്ചു കുട്ടികൾക്കൊക്കെ കിടക്കാൻ പറ്റില്ല. തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് സൗകര്യപ്രദമായ മുറി കിട്ടുമെങ്കിൽ അതാണ്. പഠനമുറി, ഓഫീസ് മുറി, ഗസ്റ്റ് മുറി, ഇതെല്ലാം തന്നെ തെക്ക് കിഴക്കേ മൂലഭാഗത്ത് വരുന്ന മുറി ഏറ്റവും നല്ലതാണ്. പിന്നെ സ്റ്റെയർ കേസ് ഇവിടെ കൊടുക്കണം. ഒരു പ്ലാൻ വയ്ക്കുമ്പോൾ സ്റ്റെയർ കേസ് നമ്മൾ കൊടുക്കേണ്ടത് കഴിയുന്ന തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ്. വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ തെക്കും പടിഞ്ഞാറും കൊടുക്കാൻ ശ്രമിക്കുക. ക്ലോക്ക് വൈസിൽ, അതായത് തെക്കോട്ട് നോക്കി കയറി പടിഞ്ഞാറിട്ട് വന്ന് വടക്കോട്ട് തിരിയുക. മറ്റേ അല്ലെങ്കിൽ പടിഞ്ഞാറിട്ട് നോക്കി കയറി വടക്കോട്ട് തിരിയത്തെ കയറി, അതായത് ക്ലോക്ക് വൈസ് കൊടുക്കുക. ഒന്നാം സ്ഥാനം തെക്കാണ്, രണ്ടാം സ്ഥാനം പടിഞ്ഞാറാണ്, മൂന്നാം സ്ഥാനം വടക്കാണ്. കിഴക്കോട്ട് നോക്കി കയറത്തക്ക രീതിയിലുള്ള സംവിധാനം വേണ്ട. അപ്പോൾ ആ സ്റ്റെയർ കേസിൻ്റെ കേസ്, പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ കിഴക്കിൻ്റെ ഇതര ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വരുന്നത് നല്ലതാണ്. അഗ്നികോണിൽ തെക്ക് കിഴക്കേ മൂലഭാഗം ചേർത്ത് പൂജാമുറി എടുക്കണ്ട. അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് പൂജാമുറി ഇല്ലാതാണെങ്കിൽ സ്റ്റാൻഡ് വെച്ച് വിളക്ക് കത്തിക്കുക. കിളിക്കൂട് ഒഴിവാക്കുക. കിളിക്കൂടെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇപ്പോഴത്തെ പുതിയ അത് അത്രത്തോളം ശോഭനമല്ല. ഇപ്പോൾ പ്ലെയിനായിട്ട് നിൽക്കത്തക്ക കയ്യിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അത്യാവശ്യം 1-2 പടങ്ങൾ വെച്ചിട്ട് വിളക്ക് കത്തിക്കുന്ന സർവേശ്വര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഗ്രഹാന്തരീക്ഷത്തിനനുസരിച്ച് വീടിൻ്റെ എവിടെയാണോ നമുക്ക് ഉചിതമായ ഭാഗങ്ങൾ അവിടെ വിളക്ക് കത്തിക്കാൻ തടസ്സമില്ല. ബാത്റൂമിൻ്റെ ചുവരിൻ്റെ വെളിയിൽ ചേർന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. വാഷ് ബേസിൻ പറഞ്ഞ ഭാഗങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കുന്നത്, പടം വച്ച് വിളക്ക് കത്തിക്കുന്നത്, ആരാധിക്കുന്നത് നല്ലതല്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ, വളർന്നു വന്ന പെൺകുട്ടികൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറി ഉണ്ടെങ്കിൽ അത് താഴെയായിരുന്നാലും വരുന്നതിന് അങ്ങനെ കിടക്കുക. രണ്ടാമത്തെ നില പണിയുമ്പോൾ വടക്ക് കിഴക്കേ ഭാഗം ഒരു ബാൽക്കണി ആയിട്ട് എടുക്കുന്നത് നല്ലതാണ്. ഓപ്പൺ എയർ വരുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അതാ പറഞ്ഞത്, വീടിൻ്റെ ഒരു പ്ലാൻ നമ്മൾ ഫൈനൽ ചെയ്യുന്ന മുമ്പായിട്ട് ആദ്യം ഒരു റഫായിട്ടൊരു എഞ്ചിനീയറെ കൊണ്ടോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ കൊണ്ടോ വരച്ചിട്ട് വാസ്തുശാസ്ത്രജ്ഞരെ കൊടുത്ത് കറക്റ്റ് ചെയ്ത് നല്ലത്. സാർ, അപ്പോൾ അത് വ്യക്തമാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, ഈ നമ്മൾ പഴയ വീട് പൊളിക്കുമ്പോൾ സാധാരണ ആദ്യത്തെ ഒരു ലെയർ മാത്രം പൊളിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ബേസ്മെൻറ്റ് തന്നെ നമ്മൾ പഴയ ഇതിൽ നിന്ന് കല്ല് മാറ്റണോ എന്നുള്ളതും കൂടെ ഇത് സംബന്ധമായി ഒരുപാട് പറയണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണമുണ്ട്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. തീർച്ചയായും ഞങ്ങൾ ഈ ഓരോരോ നിങ്ങൾ നൽകുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എപ്പിസോഡുകളിലൂടെ നൽകുന്നത്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ഇത് ചാനൽ മിസ് ചെയ്യാതെ തന്നെ കാണണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ ഓരോ എപ്പിസോഡ് നൽകുന്നതാണ്. ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമസ്കാരം.